നാരങ്ങ നമ്മളിപ്പോ ഒരു 5 ഗ്രാം ഇടുന്നതിനൊക്കെ ആണെങ്കിൽ ഓരോന്നോ 5 ഗ്രാം പിന്നീട് ഇതിൽ പ്രിസർവേറ്റീവ് പറയുന്നത് സോഡിയം ബെൻസോയേറ്റ് ആണ്. സോഡിയം ബെൻസോയേറ്റും KMS കേട്ടിട്ടുണ്ടാവും. പൊട്ടാസ്യം മെറ്റാബോലൈറ്റിലാണ് 2 പ്രിസർവേറ്റീവ് നമ്മൾ ആഡ് ചെയ്തത്. KMS ആഡ് ചെയ്യാതിരിക്കാനുള്ള കാരണം വെച്ചാൽ നമ്മുടെ ഫ്രൂട്ടിന് ഒരു കളർ ഉണ്ടാവും. സോഡിയം ബെൻസോയേറ്റ് ജാമിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് അത് 2 ഗ്രാമാണ് നമ്മൾ ആഡ് ശരിക്കും 66% കൂടുതൽ പഞ്ചസാരയുടെ ഘടകം ഉണ്ടെങ്കിൽ അത് പ്രിസർവേറ്റീവ് ആണെന്നാണ് നമ്മൾ പൊതുവെ പറയാം. അല്ല ഇതിങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അറിയാനോ ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ടല്ലോ കൃഷിക്കാരുമാണ്. പിന്നെ ഈ കെമിക്കലുകൾ ചേർക്കാറില്ല എങ്ങനെ ചെയ്യും? നമുക്ക് ഇവിടെ തന്നെ നീ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ട്രൈ കൊടുക്കുന്ന ചെയ്തു തരും. അത് എല്ലാ പഴത്തിനും അങ്ങനെയാണ്. ഒരു പഴത്തിനും
അരിച്ചത്. ജാമിന് ജാമിനാണ് വേണ്ട. ജാമിന് നമ്മൾ ഇങ്ങനെ അരിച്ചില്ല, ഇതിനെ അങ്ങനെ എടുത്ത് നമ്മൾ പൈനാപ്പിൾ ആയതുകൊണ്ടായിരിക്കും ആ കരിച്ച് നന്നായിരിക്കും, കുഴപ്പമില്ല. അങ്ങനെ കുഴപ്പമൊന്നും വന്നില്ല. ഞങ്ങൾ ബിരിയാണി ഉണ്ടാവും, കുഴപ്പമില്ല. അത് ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ചെയ്യാൻ സ്ക്വാഷിനാണെങ്കിൽ പിന്നെ സൈഡിലല്ലേ? ആ ശരി ശരി. അതാ ഞാൻ ഒരുവിധമുള്ളതൊക്കെ അതിൽ നിന്നു. ആ കറുത്ത സാധനം അത് അതിൽ പറ്റി ഒരുപാട് അത് മാത്രമേ മാറുന്നുള്ളൂ. അത് അതിൽ നിൽക്കും, ബാക്കി കണ്ടില്ല. ഈ സ്ക്വാഷിനാണ് ഇത് നമ്മുടെ അതിന് നീര് മാത്രം എടുത്തത് സ്ക്വാഷിനാണ്. ഇത് ജാമിന് സ്ക്വാഷിനാണ്, ജാമിനാണ്. ജാമ് ഫസ്റ്റ് നമുക്ക് കഴിഞ്ഞിട്ട് നമുക്കിത് ചെയ്യാം. അപ്പോൾ അതായിക്കോട്ടെ, എന്തായാലും ഒരു 2 മണിക്കൂർ വേണം ഈ ജാമ്. ഇതിന് ഞാൻ 5 കിലോനാണ് പൈനാപ്പിൾ. അപ്പോൾ ഇതിന് 3 കിലോ ഉണ്ട്. 2 കിലോ നമുക്ക് സ്ക്വാഷിന് മാറ്റി വെച്ചോളൂ. ഇത് 3 കിലോ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് കിട്ടില്ല. ഇത് ജാമിൻ്റെ ഉണ്ട് കേട്ടോ പറയുന്നത്. ഇത് ഇളക്കാൻ ഇങ്ങനെ കയ്യുള്ള ഒരാൾ അവിടെ നിൽക്കണ്ടേ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത്. മാറ്റി വെച്ച് ജാമിൻ്റെ മാത്രം ശ്രദ്ധിക്കും. അപ്പോൾ 3 കിലോ പഴുപ്പ് ജാമിൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന സിട്രിക് ആസിഡ് ഗ്രാം സിട്രിക് ആസിഡ്. അപ്പോൾ 15 ഗ്രാം നാരങ്ങ ഒഴിയാൻ കിട്ടാൻ വഴിയില്ല. 3 കിലോ പഞ്ചസാരയാണ് ഇതിൽ കറക്റ്റായിട്ടുള്ള അളവ്. ചില ഫുഡിന് വന്ന് നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ നമ്മൾ 3 കിലോ ഇടുമ്പോൾ നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ശകലം വേണമെങ്കിൽ ഒരു 1 കിലോ കുറയ്ക്കാം. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ മാത്രം 15 കിലോ 1 കിലോ ചൂട് വരുന്നത് അതിന്റെ സീല് അതിന്റെ ഇൻഡസ്ട്രിയൽ സീല് ഇവിടെ ഉണ്ടോ നോക്കിയേ. ഇവിടെ ഇവിടെ ഇതാണ് ഈ സെൽ ഇതൊക്കെ അപ്പോൾ
അയ്യോ ദൈവമേ. 200 പോയി. 2:45 ഞാൻ 2:45 അല്ലേ 3 ഉള്ളത് കാൽ പോയി പഞ്ചസാരയും പഴുപ്പും നമ്മൾ ഇതിലിട്ടു ഇതായിക്കോളും. ഇത് സ്ക്വാഷാണ് കേട്ടോ. 2 കിലോ പൾപ്പിന് കിലോ പഞ്ചസാര. അതുപോലെ എത്രയാണോ നമ്മൾ പൾപ്പ് എടുക്കുന്നത് അതേ അളവിൽ വെള്ളം എടുക്കാം. അപ്പം ഞാനിതിന് 1.5 കിലോ പൾപ്പാണ്. 2 കിലോ ഞാൻ പൾപ്പ് എടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മളിത് അരിച്ച് കഴിയുമ്പോൾ 1.5 കിലോ. എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ 1 കിലോ പൾപ്പാണെങ്കിൽ 2 കിലോ പഞ്ചസാര, 20 ഗ്രാം സിട്രിക് ആസിഡ്. അപ്പോൾ ഈ പഞ്ചസാര നമ്മൾ 1 കിലോ പൾപ്പാകുമ്പോൾ 2 കിലോ പഞ്ചസാര. ആ 2 കിലോ പഞ്ചസാരയിൽ 20 ഗ്രാം സിട്രിക് ആസിഡാണ്. അപ്പോൾ 1.5 കിലോ 1 കിലോ വെള്ളം ഞാൻ ഒരു 1/2 കിലോ വെള്ളം ഞാനിട്ടുണ്ട്. അരക്കിലോ വെള്ളം കൊടുക്കും. പഞ്ചസാര ഞാൻ 1 കിലോന് 1.5 കിലോ പൾപ്പുണ്ട്. അപ്പോൾ 1.5 കിലോ പൾപ്പിന് 1.5 കിലോ വെള്ളം. അപ്പോൾ 1 കിലോ ഞാൻ പഞ്ചസാര അതിന് നീര് കിട്ടും. ഇതിപ്പോൾ നമ്മൾ 2 കിലോ പൾപ്പിന് 2 കിലോ എടുക്കാം. പക്ഷെ നമ്മൾക്ക് അതിൻ്റെ നീര് 2 കിലോ എടുക്കാം. 1.5 കിലോ കിട്ടുള്ളൂ. 2 കിലോ കിട്ടില്ല. ചണ്ടിയൊക്കെ പോവുമല്ലോ. ഇതിൻ്റെ അളവ് നോക്കണത് കാണിച്ചു തരാം കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് അളവിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഷുഗറിൻ്റെ വ്യത്യാസങ്ങളൊക്കെ ഒരുപാട് അറിയുന്നുണ്ട്. അപ്പം നമ്മൾക്ക് വെച്ചാൽ നമ്മളിങ്ങനെ അരിച്ചെടുക്കാൻ എളുപ്പമായി. അപ്പോൾ കുറച്ച് വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിക്കാനും കുറച്ച് വെള്ളം പഞ്ചസാര കൊടുക്കാനുമായിട്ട് എത്രയാണോ നമ്മൾ പൾപ്പെടുക്കുന്നത് അതിൻ്റെ അതേ അളവിൽ വെള്ളം കൊടുക്കാം. ചോദിക്കുമ്പോ ആവട്ടെ ഇടയ്ക്ക് പറഞ്ഞ് ശരിയല്ലോ. മനസ്സിലായി. കണ്ടുപിടിച്ചു. ഓ ഓ അപ്പോൾ തീരെ കൂടുതലുണ്ട്. അതായത് നമ്മൾ വെള്ളം ഒഴിച്ചില്ല 1.5 കിലോ പൾപ്പ് ഉണ്ടാവും. നീര് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് അരിക്കണം. പഞ്ചസാര നമുക്ക് പഞ്ചസാര ഇതിൽ 1 കിലോ 3 കിലോ 1 കിലോ ആ ഇതായിട്ട് നോക്കാൻ പോകണേ.
കീഴ്നാട് വെട്ടുകൊണ്ട് വന്നിട്ടുണ്ട് അതല്ലേ ചെല്ലുവടി ഞങ്ങളുണ്ടെങ്കിൽ ചെല്ലുവടി ഞങ്ങളവിടെ കുറച്ച് ദൂരം ഒരു 10 മിനിറ്റ് സെയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൽ സോഡിയം മെൻസേറ്റ് മിക്സ് ചെയ്യാം. അപ്പോൾ എത്ര മാസം കിട്ടും? ഒരു 5 മാസം 6 മാസം 6 മാസം ഇരിക്കും. ചെയ്തിരിക്കും പൈനാപ്പിളൊക്കെ ഈ മാസം ഇത് നമ്മൾ 2 ഗ്രാം വെച്ച് ചേർക്കാം. 1 ഗ്രാം പൾപ്പിന് 2.5 ഗ്രാം വെച്ച് ഇത് ചേർക്കാം. സോഡിയം മെൻസേറ്റ് നമ്മുടെ വീട്ടാവശ്യത്തിനാണെങ്കിൽ ചേർക്കണമെന്നില്ല, പക്ഷേ കേടാവാതെ അപ്പോൾ ഇത് ഇടേണ്ട ആവശ്യമില്ല. ഇത് നാരങ്ങയ്ക്ക് പകരം നമ്മൾ നാരങ്ങ ഇതിന് പകരമാണ് നമ്മൾ ഇതിന് പഞ്ചസാര അപ്പം നമ്മളിതിൽ ചേർക്കണ്ട, സോഡിയം മെൻസേറ്റ് ചേർക്കുന്നില്ല. ചേർക്കുകയാണെങ്കിൽ 2.5 ഗ്രാം 1 കിലോന് 2.5 ഗ്രാം വെച്ച്. ഇനി ഇതിലെന്തെങ്കിലും സ്പെഷ്യൽ ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. സംശയം ചോദിക്കാം. നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് എല്ലാ സംശയങ്ങളും ചോദിച്ചാൽ അല്ല ചോദിക്കുന്നതുകൊണ്ട് തെറ്റില്ല. നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കുമ്പോൾ സ്മെല്ല് വരില്ലേ പൈനാപ്പിളിൻ്റെ സ്പെഷ്യലായിട്ട് അത് എസൻസ് വല്ലതും ചേർക്കുമോ? നമ്മളിവിടെ ചേർക്കാറില്ല, പുറത്തൊക്കെ ചേർക്കാറില്ല. പുറത്തൊക്കെ എസൻസ് എന്തായാലും അവർ ചേർക്കാറില്ല, ചേർക്കും. പക്ഷെ അതിൻ്റെ ഇതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. നമ്മളതും നമ്മൾ വീട്ടിലുണ്ടാക്കുക, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുക. 2 ഗ്ലാസ്സിൽ വെച്ച് കഴിച്ച് നോക്കിയാൽ നല്ല വ്യത്യാസം. പൈനാപ്പിൾ ജാം എന്ന് പറഞ്ഞാൽ നമ്മൾ പൈനാപ്പിളോട് ഒരു ബന്ധമുണ്ട്. അപ്പം ഇത് നമുക്ക് പാനിന് ചൂടാവും. അതെ ഇല്ലേ, പാനിന് ചൂടാക്കിയിട്ടില്ല. അത് ഇതൊന്നും ചെയ്യണ്ടെന്നാ പറഞ്ഞു. ഇതൊന്നും ചെയ്യണ്ട. വാഷിന് മാത്രമേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. വെള്ളത്തിൻ്റെ അംശമേ പാടില്ല. അതിലാണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തിളച്ചാറി വെക്കണം. അല്ലെങ്കിൽ കേട് വരിക. പച്ചവെള്ളം തൊട്ട് കഴിഞ്ഞാൽ കേട് വരും. അല്ല, അത് ഇത്ര പണി അതിൽ വരില്ല. എന്താന്ന് വെച്ചാൽ പണിയിൽ ഗ്യാസ് കുറേ പോകുന്നത്. സമയം പിടിക്കുന്നത് കുറുകി കുറുകി വരുന്നത്. സ്ക്വാഷ് നമ്മൾ ഏത് പഴുപ്പാണെങ്കിലും അതിന് നീരെടുക്കാൻ മതി. നീരെടുക്കാനാണല്ലോ നമുക്ക് പണി. പിന്നെ പഞ്ചസാര കൊടുക്കുകയില്ല. പാഷൻ ഫ്രൂട്ട് നമുക്ക് സ്ക്വാഷ് ഉണ്ടാക്കാം. അതിൻ്റെ നീരെടുക്കുക. നമ്മൾ അത് മിക്സിയിൽ ചെറുതായിട്ട് നല്ലപോലെ പൊട്ടരുത്. പൊട്ടരുത് ഓരോന്നൊക്കെ പൊട്ടിയാൽ നമുക്ക് കുഴപ്പമില്ല. ചെറുതായി കൃഷി ചെയ്ത് എടുത്തിട്ട്
കത്തിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഉരുകും. ഇവിടെ കുട്ടിയിട്ടതൊക്കെ ഫാനിടാൻ പാടില്ലല്ലോ. കുട്ടിയിട്ടതൊക്കെ പോകും. കുട്ടിയിട്ടവരിത്തിരി കുറയും. അങ്ങനെ ഇപ്പം ആയിട്ടില്ല, കുറച്ചുകൂടി വരണം. ഷീറ്റ് റോളിൽ വരുമ്പോഴാണ് ഷീറ്റായിട്ട് ഇങ്ങനെ വരും. അപ്പം നമുക്കിതിൻ്റെ ഞാൻ കാണിച്ചു തരാം, വേറൊരു ഇതും കൂടി പറഞ്ഞു തരാം. അതല്ലാണ്ട് വേറൊരു മെത്തേഡ് കൂടി പറഞ്ഞു തരാം. ഒരു മിനിറ്റ്. നോക്കട്ടാ, നോക്കിക്കോളൂ കേട്ടാ. ഇതിപ്പോ ഇങ്ങനെയാകുമ്പോ കല വിട്ടു കണ്ടോ, ആയിട്ടില്ല. കുറച്ചുകൂടി വേണം. ഇങ്ങനെ പാകം നോക്കണം അല്ലേ? അങ്ങനെ നോക്കാം. ഞാനങ്ങനെ നോക്കാറില്ല, ഞാനിത് ഇങ്ങനെയാ നോക്കാറ്. നിങ്ങൾക്ക് എങ്ങനെ നോക്കാതെ അറിയാലോ. അപ്പൊ നിങ്ങൾക്കിത് അറിയാനായിട്ടാണ് ഞാനിത് കാണിച്ചു തരുന്നത്. നമ്മളിതിലിങ്ങനെ തേൻ നോക്കുമ്പോൾ ആ അപ്പൊ ഇതിങ്ങനെ ഒഴിച്ച് കഴിഞ്ഞ് പരക്കാതെ അങ്ങനെ ബുക്കുണ്ട്. ഉണ്ട്. ചേർക്കണം നല്ല മനസ്സിലുണ്ടെന്ന് ഇരിക്കട്ടെ. അപ്പൊ നമ്മളിത് ആയി കഴിയുമ്പോൾ ഓഫ് ചെയ്യും. ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് സോഡിയം നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യും. അപ്പൊ നമ്മൾ ചെയ്യാൻ പാടില്ല. ഇതാ അതിങ്ങനെ ഷീറ്റ് പരുവത്തിൽ വരുന്നുണ്ട്. ഇല്ലെങ്കിൽ നമുക്കിത് ഇങ്ങനെ നോക്കാം. ഇതിങ്ങനെ എടുത്തിട്ട് ഷീറ്റ് പരുവത്തിൽ വരുന്നുണ്ട്. ഇങ്ങനെ ആവുമ്പോൾ ഈ രണ്ടെണ്ണം നമ്മൾക്ക് നോക്കി ചാവും. അല്ല, ചിലർക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയില്ല. അപ്പൊ ഇങ്ങനെയാണ് നമ്മളെ ജാമനുണ്ട്. ഇതൊന്നിലേക്ക് ഒഴിച്ചു വെച്ചാൽ ചൂടാറിയാൽ കറക്റ്റാണ്. കുറച്ചുകൂടി നമ്മുടെ ചൂടാറുമ്പോൾ കുറച്ചുകൂടി കറക്റ്റാവും. ഫിക്സ്ഡ് റേറ്റ് മനസ്സിലായില്ലേ? ഇതാണ് അതിന്റെ പാകല്ലേ? ഇതാണ് ഇതിന്റെ പാകം. ഇതിലേക്ക് എത്ര എക്സ്പെൻസ് വരും? അങ്ങനെ 3 കിലോ ഒരു ഏകദേശം ഇത് 300 ഗ്രാമിന്റെ കുപ്പിയാണ്. ഒരു 10-11 കുപ്പിയോളം. പിന്നെ നമ്മൾ 3 കിലോന് ഇടണമെന്നില്ല. നല്ല 2.25 ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മൾ നല്ല മധുരമുള്ള പൈനാപ്പിൾ ആണെങ്കിൽ നമുക്ക് ആ 3 കിലോ തന്നെ ഇടണമെന്നില്ല. 2 കിലോ കുറയ്ക്കാം. മധുരം ചില പൈനാപ്പിൾ നല്ല പുളിയായിരിക്കും. അപ്പൊ നമുക്ക് 3 കിലോന് ഇടാം. കറക്റ്റ് അളവ് അങ്ങനെയാണ്. നമ്മൾ മധുരം അഡ്ജസ്റ്റ് ചെയ്തിട്ട് മധുരം ഒരുപാട് ഉണ്ടെങ്കിൽ കുറച്ച് പിന്നെ ഇത് ലേബർ കൂടി ചെലവില്ല. നമ്മൾ ഒരുപാട് കൂടുതൽ ചെയ്യുമ്പോൾ ലാഭം. കുറച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ആ വലിയ കാശ് കിട്ടുള്ളൂ. കൂടുതൽ ചെയ്യുമ്പോൾ ലാഭവും. ചിന്നൽ വരുന്ന അതൊരു അറിയില്ലാത്ത കാര്യം. അത് പ്രായോഗിക നമ്മൾ ഫില്ല് ചെയ്യുന്ന ബോട്ടിൽ എപ്പോഴും ചൂടുവെള്ളത്തിൽ കഴുകി സ്റ്റെറിലൈസ് സ്റ്റെറിലൈസ് ചെയ്യുന്ന പാത്രത്തിൽ ഈ ബോട്ടിലൊക്കെ സ്റ്റെറിലൈസ് ചൂടുവെള്ളത്തിൽ ഡിപ്പ്
ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഈർപ്പം എല്ലാം ഇറങ്ങി പോയതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് ഫില്ല് ചെയ്യേണ്ടത്. അതേ മെത്തേഡിലേക്ക് ഇത് വന്നു. കെമിക്കലൊക്കെ ഉപയോഗിച്ചില്ല. ഇതിൽ ഞാൻ സോഡിയം മെൻസൈറ്റ് ഇടാൻ പോകാം. നമ്മൾ 1 കിലോ 1 കിലോന് 2.5 ഗ്രാം. അപ്പൊ ഇപ്പൊ 2 കിലോനാണ് നമ്മൾ അതിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ശരിയാണ്. ചേച്ചി ഇതിൽ 5 ഗ്രാം അളക്കില്ലേ? സംശയം വരുന്നില്ല. നിൽക്ക് 1 മിനിറ്റ്. അതൊന്നും എടുക്കാതെ എടുക്കുന്നത് സീറോ ആക്കിയിട്ട് എടുക്കുന്നത് സീറോ ആണ്. പൊട്ടിക്കോ. 5 ഗ്രാം വരെ അവയിലെ ചിലത് എത്ര ഗ്രാം വരെ ആയിരുന്നു തോന്നുന്നു. 1 ഗ്രാം 5 ഗ്രാം വരെ റീഡിങ് അത് സ്ലോ ആയിട്ട്. അല്ലാതെ കേടുവന്നു മെഷീൻ കൊടുക്കും. ഫാൻ ഇട്ടിട്ടുണ്ടല്ലോ. അല്ല ഫാൻ ഇട്ടത് നേരെ വർക്കാവില്ല. ചിലപ്പോൾ 7 ഗ്രാം. ഇത് ഇതാ ഇതിൽ ഇത്രേ വരണം. ഇതൊരു മിക്സ് ആയി നമ്മൾ നേരിട്ട് കുപ്പിയിലാണ്. ഇത് നമുക്ക് സെയിൽ ചെയ്യാൻ കണ്ടോ? അത് മാത്രം ഏതാ? ഞാൻ ചോദിക്കാം. എല്ലാവരും ഉണ്ടാക്കിയത് ജാമുൻ ബ്രെഡിൻ്റെ ഓർമ്മ ഉണ്ട്. കുപ്പി എടുത്തില്ല. ഞാൻ എടുക്കണില്ല കേട്ടോ. ഞാൻ എടുക്കും. ഞാൻ അതിന് ഒരെണ്ണം പൊട്ടിച്ച് തിന്നു ആശേ. ചക്ക വറുത്തത്, ബോട്ടില് ഇത് ഒട്ടിച്ച് വെച്ചെടുക്ക. ഇതെന്താ അലുവേ? ഇതെന്താ? നെറുനീണ്ടി സിറപ്പ്. ഗ്രേപ്പ് എന്താ മുന്തിരിയാണ്. ഇത് ഹൽവ. ഹൽവയല്ല, ഇത് മാങ്ങയോ ചക്ക. തേര ലോക്ക് ചെയ്തെടുക്കുക. പിടിച്ച് തുറന്നു കഴിഞ്ഞാൽ പണി പാടും. ലോക്കൊന്നും ചെയ്തില്ല. ഒരു മെഷീനാണ്. ആ നിങ്ങളുടെ കൂടെ
ഏ എന്താ കൃഷിഭവനിലെ ജോലി എനിക്ക് ഇവിടെയാണ് ജോലി ആ ആ ഏ വെറുതെ തള്ളല്ലേ ഏട്ടാ ഞാൻ നിങ്ങളുടെ കൂടെ വന്നത് അയൽനാട്ടിലാണ് വീട് നരിക്കുണ്ട് അറിയോ എന്നെ അറിയോ കണ്ടുണ്ട് ഞാനും കണ്ടു പൊട്ടി അവിടെ ചില്ല് പൊട്ടി വിജയേട്ടനല്ല നമ്മുടെ നിങ്ങൾക്ക് എൻ്റെ പ്രകാശനം അറിയാത്ത ആൾക്കാരുണ്ടോ ആ ആ ചേട്ടൻ സിനിയുടെ വീടിൻ്റെ അടുത്തല്ലേ വീട് ആ ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട് ഉമ്മാനെ നോക്കാൻ വന്നിട്ടുണ്ട് പാലിയേറ്റീവ് കെയറിൽ വരും ഞാൻ അപ്പോൾ ഉമ്മ വയ്യാണ്ട് കിടക്കുമ്പോൾ ഞാൻ ഉമ്മേനെ നോക്കാൻ വന്നിട്ടുണ്ട് ആ